കുടിയേറ്റക്കാരെ ചങ്ങലകളിൽ ബന്ധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വൈറ്റ് ഹൗസ്. ശരീരത്തിൽ ചങ്ങലക്കിലുക്കമുണ്ടാക്കുന്ന പ്രതികരണമെന്ന കുറിപ്പോടെയാണ് കുടിയേറ്റക്കാരുടെ മുഖം വ്യക്തമാക്കാത്ത ദൃശ്യങ്ങൾ പങ്കുവച്ചത്. ചിരിക്കുന്ന കമന്റോടെ ദൃശ്യം ഇലോൺ മസ്ക് റീപോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് വൈറ്റ് ഹൗസും റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനുപമ ശ്രീദേവി നിന്ന് അനുപമ, ഈ ഓരോ രാജ്യത്തും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ട്. അവരെ നാടുകടത്താനുള്ള അധികാരം എല്ലാ രാജ്യത്തിനും ഉണ്ടെന്നിരിക്കെ ഈ ട്രംപിന്റെ ഈ നാടുകടത്തൽ രീതി അതിനോട് ആഗോളതലത്തിൽ വലിയ വിമർശനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? തീർച്ചയായും അരുണ്യ, തീർത്തും മനുഷ്യത്വരഹിതമെന്ന് വിശേഷിപ്പിക്കേണ്ട ദൃശ്യങ്ങളാണ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ട്വിറ്റർ അടക്കമുള്ള എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനൊരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് അതിലും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ പറയുന്നത് പോലെ 41 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് എക്സിലടക്കം ഈ വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗിക പേജ് പുറത്തുവിട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ ആരുടെയും മുഖം വ്യക്തമല്ല. ഇവർ ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്, എങ്ങോട്ടാണ് ഇവരെ നാടുകടത്തുന്നതെന്നുള്ള വിഷയമൊന്നും വ്യക്തമല്ല. എന്നാലും ദൃശ്യങ്ങൾ സിയാറ്റിലിൽ നിന്നുള്ള ഒരു നാടുകടത്തൽ വിമാനത്തിൽ ഈ കുടിയേറ്റക്കാരെ കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾക്ക് ക്യാപ്ഷനായി വൈറ്റ് ഹൗസിൻ്റെ ട്വിറ്റർ ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് ASMR എന്നാണ്. ASMR എന്ന് വെച്ചാൽ ഈ സെൻസറി പ്ലഷർ എന്ന് പറയും. ഈ യൂട്യൂബിലടക്കം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തരം വീഡിയോയാണ്. ഈ ചങ്ങലകളുടെ കിലുക്കം, ആ ശബ്ദമുണ്ടാക്കുന്ന സന്തോഷം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു രീതിയിലാണ് ഒരു ക്യാപ്ഷനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏലിയൻസിൻ്റെ ഡീപ്പോർട്ടേഷൻ, അതായത് അന്യഗ്രഹ ജീവികളെന്നല്ല പരദേശികളിൽ നടത്തം വരുന്ന രീതിയിൽ അവരുടെ നാടുകടത്തൽ എന്ന രീതിയിലാണ് ഒരു ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് വൈറ്റ് ഹൗസ് ഇതിന്. ഈ വീഡിയോ ആണ് ഇപ്പോൾ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള ശതകോടീശ്വരൻ ഇലോൺ മസ്ക് സ്വന്തം ട്വിറ്റർ പ്ലാറ്റ്ഫോമിലേക്ക് റീപോസ്റ്റ് ചെയ്തത്, എക്സ് അക്കൗണ്ടിലേക്ക് റീപോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ചിരിക്കുന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഇത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റും വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേജിൽ അവർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 15-16 ദിവസങ്ങളായി ഇന്ത്യയിലേക്ക് അടക്കം US സൈനിക വിമാനങ്ങൾ കുടിയേറ്റക്കാരുമായി എത്തിയിരുന്നു. ഇന്ത്യക്കാരുൾപ്പെടെ മധ്യേഷ്യക്കാരുമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ അടുത്ത ദിവസം പനാമയിലേക്കും കോസ്റ്റാറിക്കയിലേക്കും പോകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ആഴ്ചകളിലും തുടരുന്ന ഈ US-ന്റെ നാടുകടത്തൽ ഈ തീരുമാനങ്ങൾ ഇന്ത്യയിലടക്കം വളരെ വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. ഈ കുടിയേറ്റക്കാരെ ദീർഘനേരം ചങ്ങലയിൽ ബന്ധിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമാണെന്ന നിലയിൽ വലിയ വിവാദമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ മെക്സിക്കോയും ബ്രസീലും അടക്കം ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുകയും ഈ വിമാനങ്ങൾ ഇറക്കാൻ അനുവദിക്കില്ലെന്നടക്കമുള്ള ഇതിൽ മുന്നിലേക്ക് വെച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും വിവാദം ഉണ്ടാകുമ്പോഴാണ് വ്യാപകമായി ആഗോളതലത്തിൽ ഈ ട്രംപിന്റെ കുടിയേറ്റ നയത്തിലും കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന പ്രക്രിയയിലുണ്ടാകുന്ന ഇത്തരം അപാകതകളിലും വ്യാപക വിമർശനം ഉയരുകയാണ്. ഈ വൈറ്റ് ഹൗസ് തന്നെ ഔദ്യോഗികമായിട്ടുള്ള അക്കൗണ്ടുകളിലൂടെ, പേജുകളിലൂടെ ഇത്തരം ദൃശ്യങ്ങൾ, ഇത്തരം ക്യാപ്ഷനുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ വൈറ്റ് ഹൗസിൻ്റെ പേജ്, ഈ ട്രംപ് അധികാരത്തിലേറിയത് പിന്നെ വൈറ്റ് ഹൗസിൻ്റെ പേജ്, ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റും ഈ സാമൂഹിക മാധ്യമങ്ങളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിൻ്റെ സ്വഭാവത്തിലേക്ക് നയപ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സർക്കാരിൽ നിന്നുള്ള ഒരു ജനങ്ങളിലേക്കുള്ള ഒരു മാധ്യമം എന്നതിനപ്പുറം ഇത്തരം പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളൊരു വ്യാപക വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ് വൈറ്റ് ഹൗസ് ഇത്തരമൊരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അരുണ്യ. ശരി, ഇന്റർനെറ്റ് ഡെസ്കിൽ നിന്ന് അനുപമ ശ്രീദേവിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.